മാസത്തിന്റെ പണം മുഴുവൻ ശമ്പളവും പെൻഷനും പലിശയും നൽകാനായി ചെലവഴിക്കുകയാണോ? അങ്ങനെയാണെന്നാണ് വർഷങ്ങളായുള്ള വിമർശനം. ശരിക്കും ഈ ശമ്പളവും പെൻഷനും ഒക്കെ കിട്ടുന്നത് ആർക്കാണ്? ജനങ്ങളെ സേവിക്കുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കും, സുരക്ഷയൊരുക്കുന്ന പോലീസുകാർക്കും, രക്ഷയൊരുക്കുന്ന ഫയർഫോഴ്സിനും, കാടുകാക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഒക്കെയാണ്. ഇതിനൊക്കെ പുറമെ ഏറ്റവും കൂടുതലായി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കാണ്. ഇവരൊക്കെ വിരമിക്കുമ്പോൾ ജീവിക്കാൻ നൽകുന്നതാണ് പെൻഷൻ. സെക്രട്ടേറിയറ്റിലെയും മറ്റ് ഭരണവകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരുടെ എണ്ണം തുലോം കുറവാണ്. അതായത് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അല്ല, സേവനങ്ങൾ നൽകുന്നവരാണ് ബഹുഭൂരിപക്ഷവും എന്നർത്ഥം. ഈ ഓരോ വിഭാഗത്തിനും ശമ്പള ഇനത്തിലും പെൻഷൻ ഇനത്തിലും എത്ര വീതമാണ് നൽകുന്നത്? അത് നമ്മുടെ സമ്പദ്ഘടനയെ എങ്ങനെ ബാധിക്കുന്നു? ഇതാ കണക്കുകളിലേക്ക് ആ സത്യം പറയട്ടെ. ഇക്കഴിഞ്ഞ മാസം, അതായത് 2025 നവംബർ, സമീപകാലത്ത് സംസ്ഥാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറവ് നികുതി വരുമാനമുണ്ടായ മാസമാണ്. പരിഷ്കരണത്തിനു ശേഷം GST വരുമാനം 1304 കോടി രൂപയായി കുറഞ്ഞിരിക്കുന്നു. ഒക്ടോബറിൽ GST വരുമാനം 2400 കോടി രൂപയായിരുന്നു. മുൻ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതും കുറവായിരുന്നു. GST ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ മൊത്തം നികുതി വരുമാനം നവംബറിൽ 5208 കോടി രൂപ മാത്രമായിരുന്നു. ഒക്ടോബറിൽ 10915 കോടി രൂപയുണ്ടായിരുന്നത് നേർപകുതിയായാണ് കുറഞ്ഞത്. ഈ വർഷത്തെ മൊത്തം നികുതി വരുമാനം ഇതുവരെ കിട്ടിയത് 67491 കോടി രൂപയാണ്. 8 മാസം പൂർത്തിയായപ്പോഴുള്ള കണക്കാണിത്. ഇനി കഴിഞ്ഞ വർഷം ഈ സമയത്ത് എത്രയുണ്ടായിരുന്നുവെന്ന് നോക്കാം. 65590 കോടി രൂപ. കഴിഞ്ഞ വർഷത്തെ നികുതിയുമായി നോക്കുമ്പോൾ കേവലം 2000 കോടി രൂപയുടെ മാത്രം വർധന. ഇത് വളരെ കുറവാണ് എന്ന് പറയാൻ കാരണമുണ്ട്. ഈ വർഷത്തെ ബജറ്റിൽ ലക്ഷ്യമിട്ടിരിക്കുന്നത് 1,20,131 കോടി രൂപയുടെ നികുതി വരുമാനമാണ്. 8 മാസം പൂർത്തിയായപ്പോൾ അതിന്റെ 56% മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. ഇനിയുള്ള 4 മാസം കൊണ്ട് ഏറിയാൽ 20% മാത്രം ലഭിക്കും. അങ്ങനെ വരുമ്പോൾ 26% കുറവായിരിക്കും നമ്മുടെ വരുമാനം. ഈ പണം കിട്ടുമെന്ന് കരുതി ലക്ഷ്യമിട്ട പദ്ധതികളാണ് മുടങ്ങിപ്പോകുന്നത്. GST വരുമാനത്തിലുണ്ടായ കുറവിനൊപ്പം നമ്മുടെ വിൽപ്പന നികുതിയിലും കാര്യമായ വർധന ഉണ്ടാക്കാത്ത മാസമാണ് കഴിഞ്ഞുപോയത്. 5208 കോടി രൂപ മാത്രമാണ് നവംബറിലെ നികുതി വരുമാനം എന്ന് കണ്ടുകഴിഞ്ഞു. കഴിഞ്ഞ വർഷം നവംബറിൽ 10507 കോടി രൂപയുടെ നികുതി ഖജനാവിലെത്തിയതാണ്. ഈ വർഷം നവംബറിൽ ഇത്രയേറെ തുക കുറഞ്ഞതു മാത്രമല്ല നാം നേരിടുന്ന പ്രതിസന്ധി. ഇവിടെയാണ് ശമ്പളത്തിനും പെൻഷനും നമ്മൾ എത്ര ചെലവഴിക്കുന്നു എന്ന ആദ്യത്തെ ചോദ്യം പ്രസക്തമാകുന്നത്. ശമ്പള ഇനത്തിൽ കഴിഞ്ഞ മാസം വിതരണം ചെയ്തിരിക്കുന്നത് 3736 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ മാസം വേണ്ടി വന്നത് 3446 കോടി രൂപയായിരുന്നു. ഒരു വർഷം കൊണ്ട് ശമ്പള ഇനത്തിൽ ഉണ്ടായ വർധന 290 കോടി രൂപയാണ്. അത് ന്യായമായ വർധന മാത്രമാണെന്ന് കാണാം. ജീവനക്കാർക്ക് ശമ്പളം കൂടിയിട്ടില്ല എന്ന് മാത്രമല്ല, DA ഒക്കെ ഇപ്പോഴും കുടിശ്ശികയാണ്. അതൊന്നും പിൻവലിക്കാവുന്ന മട്ടിൽ അക്കൗണ്ടിലേക്ക് വരുന്നുമില്ല. ജീവനക്കാരുടെ PF-ൽ ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് ഈ പണം വരുമ്പോഴാണ് വിപണിയിൽ ഇറങ്ങുന്നത്. അങ്ങനെയാണ് വിപണി ചലിക്കുന്നത്. ജീവനക്കാരുടെ അക്കൗണ്ടിലേക്കുള്ള വരവ് കുറയുമ്പോൾ വിപണിയിലേക്കുള്ള വരവും കുറയും. അതാണ് നികുതി വരുമാനത്തിൽ കുറവുണ്ടാകാനുള്ള ഒരു കാരണം. ശമ്പളമായി 3736 കോടി രൂപ ചെലവഴിച്ച കഴിഞ്ഞ മാസം പെൻഷനായി നൽകിയത് കൂടി നോക്കാം. അത് 2198 കോടി രൂപയാണ്. ശമ്പളവും പെൻഷനും ചേർന്ന് വിതരണം ചെയ്യേണ്ടി വന്നത് 5934 കോടി രൂപയാണ്. നവംബറിലെ ആകെ നികുതി വരുമാനം 5208 കോടി രൂപ മാത്രമാണെന്ന് കണ്ടുകഴിഞ്ഞു. ശമ്പളവും പെൻഷനും കൊടുക്കാൻ പോലും തികയാത്ത തുകയാണ് നികുതിയായി കിട്ടിയത്. ഇതിന്റെ കൂടെ വരേണ്ട മറ്റൊരു സ്ഥിരം ചെലവ് കൂടിയുണ്ട്. അത് പലിശയാണ്. പലിശ ഇനത്തിലെ ചെലവ് നവംബറിൽ 1843 കോടി രൂപയാണ്. കഴിഞ്ഞ നവംബറിലും സമാനമായ തുകയായിരുന്നു പലിശയായി നൽകേണ്ടി വന്നത്. ഈ വർഷം ഇതുവരെ പലിശയായി നൽകിയിരിക്കുന്നത് 17,727 കോടി രൂപയാണ്. 5 വർഷം മുൻപ് ഇതേ സമയത്ത് പലിശയായി നൽകേണ്ടി വന്നത് 12,723 കോടി രൂപയാണ്. ഈ വർഷം പലിശയിൽ മാത്രമുണ്ടായ വർധന 5000 കോടി രൂപ. പലിശയും പെൻഷനും ശമ്പളവും ചേർത്ത് ഈ വർഷത്തെ 8 മാസത്തെ ചെലവ് 69,473 കോടി രൂപ.
ഇതുവരെ നമുക്ക് ആകെ ലഭിച്ച നികുതി വരുമാനം എത്രയാണെന്ന് ആദ്യം പറഞ്ഞു. 65,590 കോടി രൂപ. അതായത് ശമ്പളവും പെൻഷനും പലിശയും നൽകാൻ തന്നെ 4,000 കോടി രൂപ കടമെടുക്കേണ്ടി വന്നു. ശമ്പളവും പെൻഷനും പലിശയും ഒന്നും അനാവശ്യ ചെലവല്ല, അത് ഏറ്റവും അത്യാവശ്യമുള്ള ചെലവാണ്. അത് വെട്ടിക്കുറച്ച് സംസ്ഥാനത്തെ ലാഭകരമാക്കാൻ ഇത് പെട്ടിക്കടയൊന്നുമല്ല. സർക്കാർ എന്ന് പറഞ്ഞാൽ തന്നെ പണം വിതരണം ചെയ്യാനുള്ള സ്ഥാപനമാകണം. ഇവിടെ പക്ഷെ ഒരു കുറവുണ്ട്, അത് വരുമാനത്തിൻ്റെതാണ്. അതായത് നമുക്ക് ചെലവിനൊപ്പം വരുമാനം വർദ്ധിക്കുന്നില്ല. ഇപ്പോൾ തന്നെ GST പരിഷ്കാരം കൊണ്ടുവന്ന നഷ്ടം എത്രയാണെന്ന് കണ്ടു കഴിഞ്ഞു. നമുക്കുള്ള വരുമാനം കൂടി നഷ്ടമാകുന്ന വേറെയും വഴികളുണ്ട്, അതുകൂടി കാണാം. കേന്ദ്ര ഗ്രാൻഡായി നവംബറിൽ 1 രൂപ പോലും കേരളത്തിന് കിട്ടിയിട്ടില്ല. ഈ വർഷം ഇതുവരെ 8 മാസം കൊണ്ട് ആകെ കിട്ടിയിരിക്കുന്നത് 2,109 കോടി രൂപ മാത്രമാണ്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് 4,560 കോടി രൂപ ലഭിച്ചു കഴിഞ്ഞിരുന്നു. ഇനിയുള്ള 4 മാസം കൊണ്ട് ഇതിനപ്പുറമുള്ള തുക ലഭിക്കാനും പോകുന്നില്ല. ഇത്രയേറെ ചെലവുകൾ എങ്ങനെ വഹിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരമാണ് വായ്പ. ഇക്കഴിഞ്ഞ മാസം മാത്രം 6,375 കോടി രൂപയാണ് വായ്പ എടുത്തത്. സംസ്ഥാനം ഒരു മാസം എടുക്കുന്ന ഏറ്റവും ഉയർന്ന തുകയാണിത്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന മാസമായതിനാൽ പെൻഷൻ കുടിശ്ശികയും വർദ്ധിപ്പിച്ച് പെൻഷനുമെല്ലാം നൽകിയത് ഇങ്ങനെയാണ്. സംസ്ഥാനം ഇതുവരെ ഈ വർഷം കടമെടുത്തത് 39,023 കോടി രൂപയാണ്. ഈ വർഷം മാത്രം കടമെടുക്കാൻ അനുവാദമുള്ളത് 45,246 കോടി രൂപയ്ക്ക് മാത്രമാണ്. ഇനി 4 മാസത്തേക്ക് ശേഷിക്കുന്നത് 6,000 കോടി രൂപ മാത്രമാണ്. നവംബറിൽ മാത്രം 6,000 കോടിയിലധികം വായ്പ എടുക്കേണ്ടി വന്നു എന്ന യാഥാർത്ഥ്യവും മുന്നിലുണ്ട്. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന വർഷത്തിൽ കൈ അയച്ച് പണം ചെലവഴിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് സർക്കാർ എന്നർത്ഥം. GST പരിഷ്കാരം മുതൽ കേന്ദ്ര സഹായം കുറച്ചതും വായ്പാ പരിധി ചുരുക്കിയതും വരെ പല കാരണങ്ങൾ ഇതിനുണ്ട്. നമ്മുടെ വരുമാനം ശമ്പളവും പെൻഷനും പലിശയ്ക്കും പോലും തികയുന്നില്ല എന്ന യാഥാർത്ഥ്യത്തിന് മുന്നിലാണ് ഈ വർഷത്തെ കണക്കുകൾ വന്നു നിൽക്കുന്നത്. നമസ്കാരം.